നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ പുഡിംഗ് ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചെറുതായി അരിഞ്ഞ മാങ്ങയാണ് ഏറ്റവും നല്ല മാങ്ങ നോക്കിയിട്ട് എടുക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പാലാണ്. പിന്നെ വേണ്ടത് ഒരു 3 ടീസ്പൂണോളം ജലറ്റിൻ. അടുത്തത് മധുരത്തിനായിട്ട് ഒരു 3 ടീസ്പൂണോളം ഷുഗർ. പിന്നെ അവസാനമായിട്ട് നമ്മൾ അതിൻ്റെ ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം. ആദ്യമായിട്ട് നമ്മൾ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച മാംഗോ പീസുകൾ ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് ഒഴിക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളുടെ മാംഗോയും മിൽക്കും കൂടിയിട്ടുള്ള മിക്സ്ചർ നന്നായി അരഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 ടീസ്പൂൺ ജലത്തിനിലേക്ക് ചൂടുള്ള മിൽക്ക് ഒഴിക്കുക. നന്നായി ഡിസോൾവ് ചെയ്യുക. നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ മിൽക്ക് മിക്സ്ചറിനെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക. അടുത്തതായിട്ട് ഈ മാംഗോ മിക്സ്ചറിലേക്ക് നമ്മളിവിടെ മിൽക്കിൽ ഡിസോൾവ് ചെയ്ത ഒരു ജലറ്റിൻ ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായി യോജിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ക്രീം വിപ്പ് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ബീറ്റിംഗ് ബോൾ എടുത്തിട്ട് നമ്മളുടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളുടെ ക്രീം ഇപ്പോൾ ഭയങ്കര ഫ്ലഫി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ പുഡിങ്ങിൻ്റെ സെറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബിസ്ക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ബിസ്ക്കറ്റ് അടിയിലിട്ട് കൊടുക്കും. ഇതൊരു ലെയർ പുഡിംഗ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനി അടുത്ത ലെയറിൽ കുറച്ചും കൂടി ബിസ്ക്കറ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ബിസ്ക്കറ്റ് ഇവിടെ പൊടിച്ചിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ലെയറിങ് ഭംഗി വരുള്ളൂ. അടുത്ത ലെയറിലേക്ക് നമ്മൾ ബാക്കിയുള്ള മാംഗോ പ്യൂരിയും കൂടി ചേർത്ത് കൊടുക്കും.
ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. അങ്ങനെ മറ്റ് 2 ഗ്ലാസും കൂടി ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് അല്പം ബിസ്ക്കറ്റ് പൊടിച്ചത് മുകളിൽ വെറുതെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അത് ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഓപ്ഷണലാണ്. അങ്ങനെ നമ്മളുടെ മാംഗോ പുഡിംഗ് അല്ലെങ്കിൽ മാംഗോ ഷോർട്ട്സ് ഇവിടെ ശരിയായിട്ടുണ്ട്. 1 അവർ റെഫ്രിജറേറ്റ് ചെയ്ത ശേഷം ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ കഴിയുന്ന ഒരു പുഡിംഗ് അല്ലെങ്കിൽ ഒരു മാംഗോ ഷോർട്ട്സ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം.